ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഞാൻ റെഡി ആയി നിൽക്കുകയാണ്. അറിയാലോ, കോളേജിലേക്കാണ് ഞാൻ പോകാനായിട്ട് പോകുന്നത്. സോ എൻ്റെ സെം എക്സാംസ് തുടങ്ങി ഗായ്സ്. ഇന്ന് തൊട്ടാണ് എൻ്റെ സെം എക്സാംസ് തുടങ്ങുന്നത്. സോ അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. സോ മോർണിംഗ് തൊട്ട് കട്ട കുത്തിയിരുന്ന് പഠിത്തമൊക്കെയാണ്. തൊട്ടും തൊടാതെ എല്ലാ ഭാഗത്തും പൊടിതട്ടി എടുത്ത് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. സോ എങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ടല്ലേ സെം എക്സാം എഴുതാൻ പോകുന്നത്. സോ സ്കൂളിലൊക്കെ ആണെങ്കിൽ 2 hours ആയിരുന്നു, ഇപ്പോൾ 3 hours ആണ്. അപ്പോൾ എങ്ങനെ ഞാൻ ആ 3 hours കവർ ചെയ്ത് എക്സാം എഴുതോ ഇല്ല, 2 മണിക്കൂറില്ല 1 മണിക്കൂറിൽ തന്നെ എഴുതി കൊടുത്ത് പേപ്പർ കൊടുത്തിട്ട് വരുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ വിചാരിച്ചു ഇതന്നെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കാണ് എക്സാം, ബട്ട് ഞാൻ മോർണിംഗ് തന്നെ കോളേജിലേക്ക് പോകുന്നുണ്ട്. സോ ഫ്രണ്ട്സ് എല്ലാവരും എന്തുകൊണ്ടാണെന്നറിയോ ഗൈസ്, മറ്റൊന്നും കൊണ്ടല്ല. കാരണം മോർണിംഗ് ഇവളെ ബസ്സിൽ എങ്ങോട്ട് അയക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം പിന്നെ ഞാൻ ഇവളെ കൊണ്ടാക്കണം. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. സോ അത് കാരണമാണ് അവള് ബസ്സിൽ പോകാനായിട്ട് പറഞ്ഞത്. സോ ഉച്ചയ്ക്ക് ശേഷം എന്താവും അറിയില്ല. നേരത്തെ എക്സാം എഴുതി കഴിയുകയാണെങ്കിൽ അവള് പിന്നെ ബസ്സിൽ തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ പിന്നെ ലൈൻ ബസ് പിടിച്ചു വരില്ലേ. അപ്പം ടൈമായി, നമുക്ക് പോകുന്ന വഴിയിൽ വിശേഷങ്ങളൊക്കെ കാണാം. സോ ഈ ഫോണിലല്ല, അമ്മയുടെ ഫോണിലല്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്, എൻ്റെ ഫോണിലായിരിക്കും. എൻ്റെ ഫോണിലാണെങ്കിൽ ക്ലാരിറ്റി ഒട്ടുമില്ല. സോ അപ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഓക്കെ, വരൂ ഗൈസ്, നമുക്ക് പോവാം. ഗായ്സ് കണ്ട, ഇതാണ് എൻ്റെ പൗച്ചിൻ്റെ അവസ്ഥ കണ്ടല്ലോ. എത്ര പേന, എത്ര 2 പെൻസില്, 2 സ്കെയില്, റബ്ബർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആണ്. സോ എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ലാഗിലൊന്നുമില്ല പ്രത്യേകിച്ച്. അതാരാ എഴുതി തന്നെന്നും കൂടി പറ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ റെഡിയായി, പോയിട്ട് വരാം. ടാറ്റാ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത്. സോ ഇത് കറക്റ്റ് ടൈമാണ്. ബസ്സിന് പോയിട്ടുണ്ടാവുമോ എന്നറിയില്ല, പോയിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. വണ്ടി വരാനായി. ഇവിടെ പിന്നെ റോഡിലായതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇനി കോളേജിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ, ഇനിയിപ്പോൾ ബസ്സിലൊക്കെ നമ്മൾ പോകുമല്ലോ ഗൈസ്, ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി എൻ്റെ ഫോണിലായിരിക്കും ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ബസ് വരാനായി ഗൈസ്. ഇനി ഇങ്ങനെ പിടിച്ചു നിന്ന് എൻ്റെ ബസ് ഇങ്ങനെ പോകും, പിന്നെ ഞാനിങ്ങനെ ക്യാമറ നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫൈനലി ഗൈസ്, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. എൻ്റെ അമ്മു, അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വരിക എന്ന് പറയുന്നത് എനിക്ക് ഒരു ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ് ഗൈസ്. കാരണം എന്താ പറഞ്ഞാൽ രാവിലെ എല്ലാവരും വർക്കും പിന്നെ അതേപോലെ കോളേജ് സ്കൂൾക്കൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റഷിൽ ആയിരിക്കുമല്ലോ. നമ്മൾ റോഡ് അറിയാമല്ലോ, മോർണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര റഷായിരിക്കും, വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഓൾറെഡി എനിക്ക് അവളെ കൊണ്ടുവിടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മോർണിംഗ് സമയത്ത് ഇത്രയും റഷിൻ്റെ ഇടയ്ക്ക് ക്രോസ് ചെയ്തിട്ട് അവളെ കൊണ്ടുവിടുക പറയുമ്പോഴേക്കും എൻ്റെ ജീവൻ പോയി ജീവൻ വരും. എക്സാക്ട്ലി അതാണ് സംഭവം. എനിക്ക് അവളെ കൊണ്ടുവിട്ടിട്ട് വീടെത്തുന്നവരേക്കും ആകെ ടെൻഷനായിരിക്കും. കാരണം ഞങ്ങളുടെ കണ്ണിമുമ്പ് തന്നെ വെച്ചിട്ട് കുറേ ആക്സിഡൻറ്റ് ക്രോസ് ചെയ്യുന്ന ആ ഭാഗത്ത് നടന്നിട്ടുണ്ട്. സോ അത് കാരണം തന്നെ എനിക്ക് എന്നും ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാമെന്ന് അറിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി സ്ലോ ചെയ്ത് തരത്തില്ല, പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. സോ അത് കാരണം എനിക്ക് എന്നും ഒരു ടെൻഷനാണ്. അവളെ വിട്ടിട്ട് വീടെത്തുമ്പോഴാണ് എനിക്കൊരു സമാധാനം, വീടെത്തിയല്ലോ പറഞ്ഞിട്ട്. ആൻഡ് അങ്ങനെയാണ്. സോ ഗൈസ്, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൾ കോളേജ് എത്തിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീൻ തുടങ്ങട്ടെ. എൻ്റെ ബുക്കൊക്കെ എടുത്ത് ഞാൻ ഇന്ന് കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം എനിക്ക് ജൂൺ മാസം എക്സാം വരുന്നുണ്ട് ഗൈസ്. സോ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി അവളെക്കാളും ബിസി ഞാനാണ്. ഇനിയിപ്പോൾ കുറേ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്.
സോ ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ കോളേജിൽ എത്തിയിട്ട് അവൾ പറയുന്നതായിരിക്കും. ആക്ച്വലി അവളെക്കാളും ടെൻഷൻ ഞങ്ങൾക്കായിരുന്നു അവളുടെ എക്സാമിന്. ഇപ്പോൾ സെമസ്റ്റർ നടക്കുകയാണല്ലോ, സോ അവൾ എങ്ങനെ എക്സാം എഴുതും, ഫുള്ളും പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഞാനും അമ്മ ഇന്നലിരുന്ന് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അവൾ നന്നായിട്ട് എക്സാം എഴുതട്ടെ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സോ കുറേ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഗൈസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൾ പറയുന്നതായിരിക്കും. സോ ഓക്കെ, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണും. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞു. സോ അപ്പൊ അവര് ഭയങ്കര പൊരിഞ്ഞിരുന്ന പഠിത്തമാണ്, കണ്ടാലും പറയും. എല്ലാരും ഭയങ്കര കോൺഫിഡൻസിലാണ് വന്നിരിക്കുന്നത്. എന്നെ ഒഴികെ അല്ലേ, നന്നായി പഠിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അതെ, ഐഷു, സെമ്മിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ആദ്യം കഴിയിട്ട് അത് കഴിഞ്ഞ് പറയാം അഭിപ്രായമൊക്കെ. പഠിച്ചാ? പിന്നെ അതോടെ അടുത്ത് കാണിച്ചു പഠിച്ചു. ചേച്ചി പഠിച്ചോണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിക്കുന്നു. വെറും സീനാണ്. പറ്റിഷോ ഒരു വസ്തു പഠിച്ചിട്ടില്ല, വീഡിയോ എടുക്കണോ പറഞ്ഞപ്പോ വെറും പട്ടിഷോ കഴിഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല കഴിവ്. ഞാൻ പഠിക്കുന്ന കുട്ടിയെ പോലെയല്ല. ഇറ്റ്സ് ഫുഡ് ടൈം ഗൈസ്. നിങ്ങൾക്ക് പണ്ട് അമ്മച്ചി കാലം നടന്നു എനിക്ക് വെച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ട് പോകും. ആ ബുക്ക് അടച്ചു വെച്ചോ മതി. ഗായ്സ്, അങ്ങനെ വീടെത്തി കഴിഞ്ഞു. സോ ഭയങ്കര ടയേർഡിലാണ്, നല്ല ക്ഷീണമുണ്ട്. സോ നമ്മൾ KSRTCയിലാണ് വന്നത്. ഇന്ന് കോളേജ് ബസ് ഇല്ല, കാരണം എക്സാം കഴിയാൻ തന്നെ 4:30 ആയി. 3:30 തന്നെ എനിക്ക് കോളേജ് ബസ് എടുക്കും. സോ അതുകൊണ്ട് എനിക്ക് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ മറന്നു. വ്ളോഗ് എടുക്കണം എന്നുള്ള കാര്യം തന്നെ ഞാൻ സത്യമായിട്ടും മറന്നുപോയി. ഞാൻ ഈ എക്സാമിൻ്റെ തിരക്കിൽ ലാസ്റ്റ് മിനിറ്റിൽ കടന്ന് ഭയങ്കര റിവിഷൻ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മ വരണമില്ല. അയ്യോ, എല്ലാം മറന്നുപോയ അവസ്ഥയായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ മിന്നി കത്തിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ഒരു കത്തിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എഴുതി ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം ആണ്. ആദ്യത്തെ എക്സാം ഇംഗ്ലീഷ് ആയിരുന്നു. കുഴപ്പമില്ല. ആദ്യം തന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു. ബുക്ക്ലെറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു 22 പേജ് ഉണ്ടായിരുന്നു അതിൽ. സോ അതിൽ ഞാനൊരു 20 പേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ എക്സ്ട്രാ ഷീറ്റൊന്നും വാങ്ങിച്ചില്ല, 20 പേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കി ഒരു 2 പേജ് വെട്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലും ഹൈലൈറ്റ് എന്താ പറഞ്ഞാൽ, ഞാൻ വിചാരിച്ച പോലെ ഞാനവിടെ ഫസ്റ്റായിട്ട് എക്സാം ഹാളിൽ ഇറങ്ങി ഓടിയ ആൾ. സോ 3 മണിക്കൂറൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ബാഗൊക്കെ നല്ല വേദനയായിരുന്നു. എത്ര നേരം നമ്മളിങ്ങനെ ഇരിക്കും? 2 hours ഇരുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ ആദ്യം എൻ്റെ എക്സാമാണ് കഴിഞ്ഞത്. ഞാൻ തിരിഞ്ഞ് നോക്കണം, ആരും വരുന്നില്ല, ആരും പുറത്തിറങ്ങണില്ല. ഞാൻ പുറത്തിറങ്ങി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും കൃത്യം 4:30 ഇറങ്ങി വന്നത്. ഞാൻ കറക്റ്റ് 3:59 ആകുമ്പോൾ എഴുതി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. നോക്കിയപ്പോൾ സമയം ഞാൻ ഇറങ്ങിയപ്പോൾ 4 മണി ആയി. സോ അങ്ങനെ 4:30 എല്ലാവരും വന്നത്. സോ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അവരങ്ങനെ ഇറങ്ങി വന്നതും തന്നെ പെട്ടെന്ന് പറഞ്ഞു ലേറ്റായി, ബസ് കിട്ടില്ല, ഇറങ്ങി പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. കുഴപ്പമില്ല, ഫ്രണ്ട്സും കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ പാസ്സാവുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ അതേപോലെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ KSRTCയിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, ഇതൊക്കെ തന്നെയാണ് വിശേഷം. സോ ഇന്നത്തെ എക്സാം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സാം ഭയങ്കര ഈസിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ലാംഗ്വേജ് ആണ്, ഓൺ വേർഡ്സിൽ എന്തൊക്കെയോ അടിച്ചു കിട്ടും. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. സോ ടൈം ഉണ്ട്, ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയും അങ്ങോട്ട് കാരണം ഫസ്റ്റത്തെ എക്സാം ഈസി ആയിരിക്കും, ചിലപ്പോൾ പിന്നെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ മേ ബി ടഫ് ആയിരിക്കും, എനിക്കറിയില്ല. സോ പഠിച്ചിട്ട് പോയാൽ മേ ബി ഈസി ആവുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ ഗായ്സ്, ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.